മണാലി ഹിമാചൽ പ്രദേശിൻ്റെ കുളു ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന റോഹ്താങ്ങും സിസുവും കസോളും ഗ്രാമ്പുവും അടങ്ങിയ മഞ്ഞണിഞ്ഞ മലനിരകളും സജില ജോഗ്നി തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങളും ഹഡിംബയും വസിഷ്ഠും നിരവധി ബുദ്ധ മൊണാസ്ട്രികളുമൊക്കെ അടങ്ങുന്ന ഹിമാലയൻ മലനിരകളിലെ സ്വപ്നഭൂമി. അടുത്ത 2-3 ദിവസത്തെ എൻ്റെ യാത്ര മണാലിയിലൂടെയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രത്യുഷ്. വെൽക്കം ടു ദ ക്രോണിക്കിൾസ് ഓഫ് പ്രത്യുഷ്. ആഗ്രയിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള പ്രദേശങ്ങളാണ്. ബസ് ഇപ്പോൾ ഹരിയാന മുഴുവനായിട്ട് ഓടിക്കഴിഞ്ഞ് ഹിമാചൽ പ്രദേശിലേക്ക് കയറി കഴിഞ്ഞു. വളരെ ചെങ്കുത്തായിട്ടുള്ള മലനിരകളുടെയും താഴ്വരകളുടെയൊക്കെ നടുവിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഇപ്പോൾ പൊട്ടി വീഴുമെന്ന രീതിക്കാണ് ഈ മലകളൊക്കെ നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഇടയ്ക്കിടെ ലാൻഡ് സ്ലൈഡ് നടക്കുന്ന ഭാഗങ്ങൾ കൂടിയാണ്. ഈ ഹിമാലയം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം മറ്റ് പർവ്വതനിരകളെ അപേക്ഷിച്ച് ഹിമാലയത്തിന് പ്രായം വളരെ കുറവാണ്. അത് അതിൻ്റെ പൂർണ്ണ വളർച്ചയിലേക്ക് ഇതുവരെ ആയിട്ടും എത്തിയിട്ടില്ല. മലനിരകൾ അതിൻ്റെ പൂർണ്ണ ശക്തി പ്രാപിക്കാത്തത് കൊണ്ടാണ് ഇടയ്ക്കിടെ ഇങ്ങനെ ലാൻഡ് സ്ലൈഡുകളൊക്കെ ഉണ്ടാകാനുള്ള കാരണം. ധാരാളം താപകളൊക്കെ ഈ ഭാഗത്ത് കാണാൻ പറ്റും. റോഡിൽ കൂടുതലും ടാക്സി വാഹനങ്ങൾ തന്നെയാണ് ഓടുന്നത്. പുറത്ത് നാട്ടുകാരെക്കാട്ടിലും കൂടുതലായിട്ടും കാണുന്ന ടൂറിസ്റ്റുകളെയുമാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് മണാലി. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ധാരാളം ടൂറിസ്റ്റുകളാണ് മണാലിയിലേക്ക് വർഷാവർഷം തോറും ഒഴുകിയെത്തുന്നത്. രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയത് ഈ ഒരു ബിയാസ് റിവറിൻ്റെ വ്യൂ ഉള്ള ധാബയിലായിരുന്നു. നദിയിൽ കല്ലും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാനുള്ള പണികൾ JCB മറ്റ് യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തത് ഒരു പൂരിയും കുറച്ച് മാഗിയും സാൻഡ്വിച്ച് പിന്നെ മുട്ടയും പിന്നെ വേറെ എന്തോ കറിയായിരുന്നു. ഒടുക്കത്തെ തണുപ്പ്. കുളു റിവർ റാഫ്റ്റിങ്ങിന് പേര് കേട്ടിട്ടുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ ഈ ഒരു ബിയാസ് നദിയിൽ പകൽ സമയം മുഴുവൻ ഈ റാഫ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടാവാറുണ്ട്. എനിക്കും റാഫ്റ്റ് ചെയ്യാനായിട്ടൊരു പ്ലാനുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11 മണി ആയിട്ടേ ഉള്ളൂ. അപ്പം വൈകുന്നേരം ആവുകയാണെങ്കിൽ തണുപ്പ് നല്ലപോലെ കൂടും. ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ റാഫ്റ്റ് ചെയ്യുന്ന വീഡിയോ എന്തായാലും ഷോർട്സ് ആയിട്ട് ഇട്ടേക്കാം. റാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫോൺ വെച്ച് വീഡിയോ എടുക്കുന്ന കുറച്ച് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഇതാകുമ്പോൾ അവർ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് തരും. അത് ഞാൻ എൻ്റെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യും. കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു പ്രളയം ഈ ഒരു കുളുവിനെയും മണാലിനെയൊക്കെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം കല്ലും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രദേശത്ത് വന്ന് അടിഞ്ഞിട്ടുണ്ടെന്ന്. നദിയുടെ വിസ്തീർണം നല്ലപോലെ കൂടി. കാരണം ഞാൻ 2024 വരുമ്പോൾ ഈ നദിക്ക് ഇത്രയും വീതിയില്ലായിരുന്നു. സർക്കാർ ഇവിടുത്തെ ഉരുളൻ കല്ലുകളും കാര്യങ്ങളൊക്കെ JCB ഒക്കെ ഉപയോഗിച്ച് നീക്കം ചെയ്ത് റെഡിയാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. റാഫ്റ്റിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ബസ്സിൽ ആണ് രാത്രി ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ബസ്സിൽ ഉറക്കാൻ എന്തായാലും ശരിയായിട്ടില്ല. റൂമിൽ പോയി തന്നെ റെസ്റ്റ് ചെയ്യണം. എന്നിട്ട് വേണം ഒരു ഈവനിങ്ങോട് കൂടി മണാലിയൊക്കെ ഒന്ന് സൈറ്റ് സീയിങ്ങിന് ഇറങ്ങാൻ. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കുളു കഴിഞ്ഞ് മണാലിയുടെ പ്രദേശത്തേക്ക് എത്തി. ഇവിടെ ഈ സിംഗ് ബസ്സിൻ്റെയൊക്കെ ബുക്കിംഗ് സെൻറ്റർ കാണാം. ഡൽഹി, ചണ്ഡീഗഡ് തുടങ്ങിയ സ്ഥലത്തേക്ക് ഇവിടുന്ന് ബസ്സുകൾ ഡെയിലി പുറപ്പെടാറുണ്ട്. ഇപ്രാവശ്യം എന്തായാലും മഞ്ഞ് വീഴ്ച ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. ദൂരെ മലനിരകളിലൊക്കെ കുറച്ചായിട്ട് മഞ്ഞ് കാണാൻ പറ്റും. കുളുവെന്ന് നോക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മണാലിയിൽ എത്തുമ്പോഴാണ് മഞ്ഞ് കുറച്ചെങ്കിലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നത്. പ്രളയത്തിൽ ഒലിച്ചുപോയ റോഡും കാര്യങ്ങളൊക്കെ നാട്ടുകാരും സർക്കാരും ഒരുമിച്ചാണ് നന്നാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ടൂറിസമാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം. കുറച്ച് നേരം കൊണ്ട് തന്നെ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി. ഓൾഡ് മണാലി, അതായത് മാൾ റോഡിൻ്റെയൊക്കെ ഭാഗത്താണ് ഈ ഒരു ബുക്ക് ചെയ്ത ഹോട്ടൽ വരുന്നത്. ഹോട്ടൽ ഗോൾഡൻ ആപ്പിൾ ഗസലിക് ഇൻ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. ഞാൻ എൻ്റെ പെട്ടിയും ബാക്ക് പാക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ളവരുടെ പുറകിലെ നടന്നു. എങ്ങനെയെങ്കിലും കുറച്ച് സമയം റൂമിൽ പോയിട്ട് വിശ്രമിക്കണം. എൻ്റെ പൊന്നു, നമ്മുടെ റൂമിൽ നല്ല വ്യൂ അല്ലടാ അളിയാ. കിട്ടില്ല, കാണിച്ചു തരാം. ഓ, ഈ ആപ്പിൾ തോട്ടം നോക്ക്, എന്ത് വൈബ് സാധനം. സെറ്റപ്പില്ലേ, ഒരു രക്ഷയില്ല, കിട്ടില്ല. കുറച്ച് നേരം ഉറങ്ങി ക്ഷീണമൊക്കെ ഒന്ന് മാറിയപ്പോൾ ഞാൻ പുറത്തേക്ക് നടക്കാനായിട്ട് ഇറങ്ങി. ഈ ഹോട്ടലിന് മുമ്പിൽ ആപ്പിൾ തോട്ടമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാർ, നേറ്റീവ്സ് ആയിട്ടുള്ള ഈ ആപ്പിൾ തോട്ടം നോക്കുന്ന ആൾക്കാർ ഇവിടെ എന്തോ കൂട്ടിയിട്ട് കത്തിക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അവരോട് കുറച്ച് സമയം സംസാരിച്ചു. അവർ പറഞ്ഞത് കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ മഞ്ഞ് വീഴ്ച ഉണ്ടാവുന്നതാണ്. ഈ വൈകുന്നേരത്തെ സൂര്യൻ്റെ പ്രകാശം ഈ ഒരു മലയിലൊക്കെ അടിക്കുമ്പം ഒരു ഗോൾഡ് കളർ ഈ ഒരു മലക്കൊക്കെ വരുന്നുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏകദേശം 25 ഏക്കറിലധികം
വരുന്ന ആപ്പിൾ തോട്ടത്തിൻ്റെ നടുവിലാണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ആപ്പിളിൻ്റെ സീസൺ ഇതുവരെ ആയിട്ടില്ല. ഞാൻ ഏതെങ്കിലും ആപ്പിൾ മരത്തിൽ നിന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ആപ്പിളിൻ്റെ സീസൺ സെപ്റ്റംബർ ആ ഒരു ടൈമാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. ഇനി അധികം നേരം നടക്കാനുള്ള സമയമില്ല, കാരണം ചെന്നിട്ട് വേണം ഇനി സൈറ്റ് സീയിങ്ങിനൊക്കെ ആയിട്ട് പോകാൻ. സമ്മർ ടൈമിൽ ഇവിടെ വരികയാണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ആപ്പിൾ തോട്ടം മുഴുവനായിട്ടും ആപ്പിൾ വിളഞ്ഞ് നിൽക്കുന്നതും അപ്പോൾ പറിച്ച് തിന്നാനുള്ള അവസരമൊക്കെ കിട്ടും. അപ്പോൾ എന്തായാലും ഒരു വട്ടം സമ്മർ ടൈമിലും കൂടെ ഈ ഒരു മണാലിയിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഈ ഒരു ആപ്പിൾ തോട്ടം കാണുമ്പോൾ എനിക്കുണ്ട്. തോട്ടം നോക്കുന്നതാണോ അത് തെരുവ് പട്ടികളാണെന്നറിയില്ല, ധാരാളം പട്ടികളെ ഇവിടെ കാണാം. രാത്രി ഒരു 6 മണിക്ക് ശേഷമാണ് സൈറ്റ് സീയിങ്ങിനായിട്ട് പിന്നെ ഇറങ്ങിയത്. വൻവിഹാറും ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി ആയിരുന്നു സൈറ്റ് സീയിങ്ങിനായിട്ട് ഉണ്ടായിരുന്നത്. എന്തായാലും വൻവിഹാർ ക്ലോസ്ഡായി, ഇനി അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നേരെ നടക്കുന്നത് ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയുടെ ഭാഗത്തേക്കാണ്. ഇത് മാൾ റോഡിൻ്റെ തന്നെ ഭാഗങ്ങളാണ്. ഈ മൊണാസ്ട്രി പോയിട്ട് തിരിച്ചിറങ്ങിയിട്ട് വേണം മാൾ റോഡിൽ ഇറങ്ങിയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. മൊണാസ്ട്രിയിലേക്ക് നേരെ നടന്നു. മാൾ റോഡ് എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്, പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ് സാധനങ്ങൾക്കൊക്കെ. മൈൻഡിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പ്ലാനുണ്ട്, ഇറങ്ങിയിട്ട് വേണം അത് വാങ്ങാൻ. അപ്പോൾ ഈ ഒരു 2 സൈഡിലും ക്ലോത്താണ് പ്രധാനമായിട്ടുള്ള വിൽപ്പന വസ്തു. അധികവും ക്ലോത്തും കാര്യങ്ങളൊക്കെയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഇവർ മണാലിയിൽ പ്രാദേശികമായിട്ട് നിർമ്മിച്ചെടുക്കുന്നതാണോ അത് ഇമ്പോർട്ട് ചെയ്യുന്നതാണെന്ന് അറിയില്ല. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് മാൾ റോഡിൽ എന്തായാലും കിട്ടുന്നത്. നടന്ന് ഇപ്പം ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയുടെ മുമ്പിലേക്ക് എത്തി. ശരിക്കും പകലായിരുന്നു ഇവിടെ വരേണ്ടത്. പകൽ വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു വ്യൂ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് ചുറ്റിനുള്ള കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല. മാത്രമല്ല മൊണാസ്ട്രി ഇപ്പോൾ ക്ലോസ് ചെയ്യാനുള്ള സമയം ഏകദേശമായി. അപ്പം ധൃതി പിടിച്ചാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുന്നത്. അധികം സമയമൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ല. നമ്മളിപ്പോൾ സന്ദർശിക്കാൻ പോകുന്നത് ഹിമാലയൻ ന്യാങ്മപ്പ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ്. ഈ ന്യാങ്മപ്പ ടിബറ്റൻ ബുദ്ധമത പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ന്യാങ്മപ്പ പാരമ്പര്യം ടിബറ്റൻ ബുദ്ധമതത്തിലെ ഏറ്റവും പഴയ ശാഖയായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നുകൂടിയാണ്. 1946 താക്കൂർ മംഗൾ ചന്ദും ലഹൌളിലെ വസീറും ചേർന്ന് സ്ഥാപിച്ചാണ് ഈ ഹിമാലയൻ ബുദ്ധിസ്റ്റ് സൊസൈറ്റി മണാലി. 1957 ലാവോസിൽ വെച്ച് നടന്ന UN സമാധാന ദൗത്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിനിടയിൽ ഈ 1957 ലാവോസിൽ വെച്ച് നടന്ന UN പീസ് കീപ്പിംഗ് മിഷൻ ദൗത്യത്തിനിടയിൽ താക്കൂർ ചന്ദിൻ്റെ മകൻ കുശാൽ ചന്ദ് വിമാനാപകടത്തിൽ മരണപ്പെട്ടു. പിന്നീട് നിങ്ങൾക്കറിയാവുന്ന തന്നെയാണ് ഈ ചൈന ടിബറ്റ് കയ്യേറുന്നതും ഇന്ത്യ പ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ലഹൌള്, സ്പിത്തി, ഹിമാലയൻ മേഖലയിലെ ജനങ്ങളുടെ സമാധാനം, ഐക്യം, ക്ഷേമം എന്നിവയ്ക്ക് വേണ്ടി ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ താക്കൂർ മംഗൾ ചന്ദിൻ്റെ പേരിൽ ഏകദേശം 5 പേഗകൾ വിസ്തൃതിയുള്ള ഈ ഭൂമി അനുവദിച്ചു കൊടുക്കുന്നത്. 1960കളിൽ നിരവധി ലാമമാരും സന്യാസികളുമാണ് ടിബറ്റ് ഉപേക്ഷിച്ച് ഇന്ത്യയിലേക്ക് കുടിയേറിയത്. ധരംശാലയാണ് അതിലൊരു പ്രധാന കേന്ദ്രമായിട്ട് മാറിയത്. അങ്ങനെ ഞാൻ നടന്ന് മഠത്തിന് മുമ്പിലെത്തി. ഇതിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി അനുവദിക്കില്ല. ഈ ഒരു മഠത്തിന് ചുറ്റും ധാരാളം പ്രെയർ വീലുകൾ സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ മൊണാസ്ട്രിയുടെ മുമ്പിൽ ഹിമാലയൻ ബുദ്ധിസ്റ്റ് സൊസൈറ്റി മണാലിയുടെ ഒരു ബ്രീഫ് ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ കീഴിലാണ് മണാലിയിലെ പ്രസിദ്ധമായിട്ടുള്ള ഗഡൻ തെക്ചോക്ലിംഗ് ഗോംബ പ്രവർത്തിക്കുന്നത്. 1969 ഈ ഗോംബ മണാലിയിൽ സ്ഥാപിക്കുന്നത്. വലിയ സ്വർണ്ണ ബുദ്ധ പ്രതിമ, മനോഹരമായിട്ടുള്ള ഭിത്തി ചിത്രങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. അങ്ങനെ തിരക്കിട്ട് ഞാൻ ഈ ഒരു ബുദ്ധ മൊണാസ്ട്രിയൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 7 മണിയായി. മൊണാസ്ട്രി ക്ലോസ് ചെയ്യാനായി. പിന്നെ നേരെ മാൾ റോഡിലേക്ക് ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. കുറച്ച് സുവനീറും മറ്റുമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. നേരത്തെ പ്ലാനിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്, അതും മറ്റും മേടിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സാധനങ്ങളും പല കൊത്തുപണി ചെയ്തിട്ടുള്ള വസ്തുക്കളും മറ്റും ഇവിടെ ഡിസ്പ്ലേക്കും വിൽക്കാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും നല്ല വില കൂടുതലാണ്. മാർക്കറ്റ് ഭയങ്കര കളർഫുള്ളാണ്. പല വസ്തുക്കളും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ കളർഫുള്ളായിട്ടുള്ളൊരു മാർക്കറ്റ് കൂടെയാണ് ഈ ഒരു മാൾ റോഡ്. പിന്നെ മാൾ റോഡിന് ചുറ്റും നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. ഇപ്പം ഞാൻ കയറിയ മൊണാസ്ട്രി, വൻവിഹാർ നാഷണൽ പാർക്ക്, ഹഡിംബ, അങ്ങനെ നിരവധി ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഇതിന് ചുറ്റുമുണ്ട്. ഇപ്പോൾ മണാലിൽ വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് ജാക്കറ്റും കാര്യങ്ങളും ഇല്ല, മാൾ റോഡിൽ വന്നിട്ടാണ് ജാക്കറ്റ് മേടിക്കുന്നതെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു പൈസ ആവും. അതുകൊണ്ട് നേരത്തെ ജാക്കറ്റ് വാങ്ങിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. ട്രഡീഷണൽ ആയിട്ടുള്ള വസ്തുക്കൾ ധാരാളമായിട്ട് മേടിക്കാൻ കിട്ടും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. പക്ഷേ അതും വില കൂടുതൽ തന്നെയാണ്. ഇവർ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കുന്നതാണെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. എന്തായാലും ഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ മേടിച്ച് പൈസ കളയാനില്ലാത്തതുകൊണ്ട്
കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വെച്ചിട്ട് ഈ ഒരു ഫുഡ് കോർട്ടിൻ്റെ സൈഡിലൂടെ നടന്നു. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഭക്ഷണ സാധനങ്ങളും മറ്റുമാണ് ഇവിടെ ഈ ഫുഡ് കോർട്ടിലൊക്കെ കാണാൻ പറ്റുന്നത്. ഈ ഒരു ഭക്ഷണ സാധനങ്ങൾക്ക് പോലും നല്ല പൈസയാണ്. ഈ ഒരു പാത്രത്തിൽ കിട്ടുന്ന റബ്ഡിക്ക് പോലും 150 രൂപയായി. ഇന്ന് മാൾ റോഡിൽ നല്ല തിരക്കാണ്. എന്തോ പ്രോഗ്രാമോ മറ്റോ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വെച്ച് എൻ്റെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.